ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ്, സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. അപ്പം സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാംസിനും കോഡിങ്ങും നമ്മുടെ സിസ്റ്റത്തിനുള്ള പ്രൊട്ടക്ഷൻ മെക്കാനിസംസ് അതെല്ലാം എൻഷുർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങിൽ വരുന്നത്. ഓക്കെ, സെക്യൂരിറ്റി ടെസ്റ്റിംഗ് attempts to verify that protection mechanisms built into a system will protect it from improper penetration. അപ്പം വൈറസ്, ഹാക്കേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷൻ മെക്കാനിസംസൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കും സെക്യൂരിറ്റി ടെസ്റ്റിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്. എനി കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് മാനേജസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആർ പ്രോൺ ടു ഇംപ്രോപ്പർ ഓർ ഇല്ലീഗൽ പെനട്രേഷൻ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ അതായത് സെക്യൂർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സീക്രട്ടായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആർ പ്രോൺ ടു ഇംപ്രോപ്പർ ഓർ ഇല്ലീഗൽ പെനട്രേഷൻ, അതിൽ നിന്ന് മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിന്, അതായത് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തിന്. ടൈപ്സ് ഓഫ് പെനട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈം അറ്റാക്കിങ്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ കടന്നു കയറി കാര്യങ്ങളൊക്കെ ആക്സസിങ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് പെനട്രേഷൻ, അല്ലെ തുളച്ച് കയറുക എന്ന് പറയും. Okay, hackers who attempt to penetrate system for sport, disgruntled employees attempt to penetrate for revenge. അതായത് ഡിസ്ഗ്രണ്ടിൽഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചില കേസസിൽ എംപ്ലോയീസിന് ആ ഓർഗനൈസേഷനിൽ അല്ലെ ആ പ്രോജക്റ്റ് ടീമിലുള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിവെഞ്ചിന് വേണ്ടിയിട്ടൊക്കെ കുറേ ഇൻഫർമേഷൻസ് വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ദെൻ ഡിസ്ഹോണസ്റ്റ് ഇൻഡിവിജ്വൽസ് അറ്റംപ്റ്റ്സ് ടു പെനട്രേറ്റ് ഫോർ ഇലിസിറ്റ് പേഴ്സണൽ ഗെയിൻ, അതായത് പേഴ്സണൽ അച്ചീവ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടും വേണമെങ്കിൽ നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ പെനട്രേഷൻ ടൈപ്സ് ഓഫ്, അല്ല എങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് നമ്മുടെ സീക്രട്ട് ഇൻഫർമേഷൻസ് എങ്ങനെ വേറൊരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ള കേസസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി ടെസ്റ്റിങ്ങിൽ ഇങ്ങനെയുള്ള മെഷേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വാലിഡേറ്റ് ചെയ്യും. ഡ്യൂറിങ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, ടെസ്റ്റർ പ്ലേസ് ദ റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ഹൂ ഡിസയേഴ്സ് ടു പെനട്രേറ്റ് ദ സിസ്റ്റം. ഓക്കെ, അപ്പം അതായത് ടെസ്റ്റർ ഒരു പരിധി വരെ പ്ലേസ് ദ റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ഹൂ ഡിസയേഴ്സ് ടു പെനട്രേറ്റ് ദി സിസ്റ്റം. വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ടീം മെമ്പേഴ്സിനൊക്കെ വേണമെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ടെസ്റ്റർ അറ്റംപ്റ്റ് ടു അക്വയർ പാസ്വേഡ്സ് ത്രൂ ക്ലറിക്കൽ മീൻസ്. ഓക്കെ, പാസ്വേഡ് അക്വയർ ചെയ്യുക. ഹി അറ്റാക്സ് എ സിസ്റ്റം വിത്ത് കസ്റ്റമർ സോഫ്റ്റ്വെയർ വിച്ച് ബ്രേക്സ് ദി ഡിഫൻസസ്. പർപ്പസ്ഫുള്ളി കോസ് സിസ്റ്റം എറേഴ്സ് ടു പെനട്രേറ്റ് ത്രൂ റിക്കവറി. ഓക്കെ, ബ്രൗസ് ത്രൂ ഇൻസെക്യൂർ ഡാറ്റ ടു ഫൈൻഡ് ദ കീ ടു സിസ്റ്റം എൻട്രി. പല മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് പല രീതിയിൽ. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് അറ്റാക്കിങ് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് S7 വേറൊരു സബ്ജക്റ്റ് ഉണ്ട്, ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളെങ്ങനെയാണ് ഇങ്ങനെ ബ്രൗസ് ചെയ്യുമ്പോൾ ഇൻസെക്യൂർ ഡാറ്റ വെച്ചിട്ട് നമ്മളതിനകത്ത് സിസ്റ്റം സീക്രട്ടായിട്ടൊക്കെ വെച്ചിരിക്കുന്ന, അതായത് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സൊക്കെ എങ്ങനെ ആക്സസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ടെസ്റ്ററും ഒരു പരിധിവരെ അറ്റാക്കറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം സിസ്റ്റം ടെസ്റ്റിംഗ്. ഓക്കെ, സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ട്രസ്റ്റ് ടെസ്റ്റിംഗ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം, അതായത് ഒരു പേഴ്സൺ ആയിക്കഴിഞ്ഞാൽ മാക്സിമം സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കാര്യങ്ങളൊക്കെ എല്ലാം പ്രോബ്ലത്തിലാവും എന്ന് പറഞ്ഞ പോലെ തന്നെ മാക്സിമം ലോഡ് കൊടുത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് സിസ്റ്റത്തിന് വരുത്താൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത്. സ്ട്രെസ് ടെസ്റ്റ് ആർ ഡിസൈൻ ടു കൺഫ്രണ്ട് പ്രോഗ്രാംസ് വിത്ത് അബ്നോർമൽ സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പം അബ്നോർമൽ ഡിസൈൻ ടു കൺഫ്രണ്ട് പ്രോഗ്രാംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിത്ത് അബ്നോർമൽ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൺ ടു ഐഡൻറ്റിഫൈ ഹൗ ഹൈ ക്യാൻ വി ക്രാങ്ക് ദ സിസ്റ്റം ബിഫോർ ഇറ്റ് ഫെയിൽസ്. അപ്പം ഇത്രേ ഉള്ളൂ ഉദ്ദേശം. നമ്മുടെ സിസ്റ്റം ഏത് രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ കൊടുത്താലും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. സ്ട്രെസ് ടെസ്റ്റിംഗ് എക്സിക്യൂട്ട്സ് എ സിസ്റ്റം ഇൻ എ മാനർ ദാറ്റ് ഡിമാൻഡ്സ് റിസോഴ്സസ് ഇൻ അബ്നോർമൽ ക്വാണ്ടിറ്റി, ഫ്രീക്വൻസി ഓർ വോളിയം. അബ്നോർമൽ ക്വാണ്ടിറ്റി, ഫ്രീക്വൻസി ഓർ വോളിയത്തിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യൽ ടെസ്റ്റ് മേ ബി ഡിസൈൻ ദാറ്റ് ജനറേറ്റ് 10 ഇൻറ്ററപ്റ്റ്സ് പെർ സെക്കൻഡ്. അതായത് നമ്മൾ മാക്സിമം സ്ട്രെസ് ഒക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും, നമ്മുടെ സിസ്റ്റം ചെക്ക് ചെയ്യാണ്. അതായത് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ മാക്സിമം സ്ട്രെസ് കൊടുത്താലും അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണൊക്കെ. അപ്പോൾ ഒരു
നമ്മൾ ഒരു കേസ് പറഞ്ഞാൽ 10 ഇൻട്രപ്റ്റ്സ് പെർ സെക്കൻഡ് വെച്ച് കൊടുക്കുകയാണ്. ഇൻപുട്ട് ഡാറ്റ റേറ്റ്സ് മേ ബി ഇൻക്രീസ് ടു ഡിറ്റർമിൻ ഹൗ ഇൻപുട്ട് ഫങ്ഷൻസ് വിൽ റെസ്പോണ്ട്. അതായത് ഇൻപുട്ട് നമ്മൾ റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ട് അതനുസരിച്ച് ഫങ്ഷൻസ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ടെസ്റ്റ് കേസസ് ദാറ്റ് റിക്വയർ മാക്സിമം മെമ്മറി ഓർ അതർ റിസോഴ്സസ് ആർ എക്സിക്യൂട്ട്. അതായത് മാക്സിമം മെമ്മറി യൂട്ടിലൈസേഷൻ ചെയ്യുകയാണ്, എന്നാലും നമ്മുടെ ബാക്കിയുള്ള ഫങ്ഷനാലിറ്റീസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, റിസോഴ്സസ് ഒക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യും. ടെസ്റ്റ് കേസസ് ദാറ്റ് മേ കോസ് thrashing in a virtual operating system are designed. ഓക്കെ, അപ്പം ത്രാഷിങ് എന്ന് പറയുന്ന ഇൻ എ വെർച്വൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ ഡിസൈൻ. അപ്പം അങ്ങനെ ത്രാഷിങ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കും. ടെസ്റ്റ് കേസസ് ദാറ്റ് മേ കോസ് എക്സസീവ് ഹാൻഡിങ് ഫോർ ഡിസ്ക് റെസിഡൻറ്റ് ഡാറ്റ ആർ ക്രിയേറ്റഡ്. അതുപോലെ ഡിസ്ക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ മാക്സിമം ഡേറ്റ കൊടുത്ത് അതിനെ ഡിസ്കിൽ ഓവർ ഹെഡ് കൊടുത്ത് അത് അങ്ങനെ കൊടുത്താലും ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കേസസ് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മാക്സിമം സ്ട്രെസ് കൊടുക്കുക എന്നുള്ളത്. എസെൻഷ്യലി ദ ടെസ്റ്റർ അറ്റംപ്റ്റ് ടു ബ്രേക്ക് ദ പ്രോഗ്രാം ബൈ ഗിവിങ് ഇറ്റ്സ് മാക്സിമം സ്ട്രെസ്. ഓക്കെ, മാക്സിമം സ്ട്രെസ് കൊടുത്ത് എന്തെങ്കിലും പ്രോബ്ലം വരുത്താൻ പറ്റുമോ, അതിലെങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു, അങ്ങനെ അതായത് ഏത് രീതിയിൽ നമ്മൾ ചെയ്താലും ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് കാറ്റഗറീസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് സ്ട്രെസ് ടെസ്റ്റിംഗ്. ഒരു കാറ്റഗറി, ഒരു വേരിയേഷനാണ് സ്ട്രെസ് ടെസ്റ്റിങ്ങിൻ്റെ. എന്തായിരിക്കാം? സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് അറ്റംപ്റ്റ്സ് ടു uncover data combinations within valid input classes that may cause instability or improper processing. ഓക്കെ, അപ്പം അതായത് നമ്മൾ നോർമലി നമ്മുടെ ഇൻപുട്ട് വാല്യൂസ് സിസ്റ്റത്തിൽ എന്ത് ടൈപ്പ് ഓഫ് ഇൻപുട്ട് വാല്യൂസാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് അല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് മെസ്സേജസ് ഒക്കെ നമുക്ക് വരുന്ന രീതിയിലൊക്കെയാണ്. അപ്പം ഇൻസ്റ്റെബിലിറ്റി അല്ല ഇംപ്രോപ്പർ പ്രോസസ്സിങ് ഒക്കെ വരുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ദാറ്റ് മേ കോസ് ഇൻസ്റ്റെബിലിറ്റി ഓർ ഇംപ്രോപ്പർ പ്രോസസ്സിങ്. അപ്പം അങ്ങനെയുള്ള ഡേറ്റ കോമ്പിനേഷൻസ് വാലിഡ് വിതിൻ നമ്മൾ കോമ്പിനേഷൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ലാത്ത രീതിയിലുള്ള കോമ്പിനേഷൻസ് ഒക്കെ കൊടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. എപ്പോഴും വേണ്ട ഒരു കേസസാണ് പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പെർഫോമൻസ് ടെസ്റ്റിംഗ് ഈസ് ഡിസൈൻ ടു ടെസ്റ്റ് ദ റൺ ടൈം പെർഫോമൻസ് ഓഫ് സോഫ്റ്റ്വെയർ വിതിൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ആൻ ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം. നമ്മുടെ ഓൾ സിസ്റ്റം നമ്മൾ പെർഫോമൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഇറ്റ് ഓക്കേഴ്സ് ത്രൂ ഔട്ട് ഓൾ സ്റ്റെപ്സ് ഇൻ എ testing process. Okay, even at the unit level, the performance of an individual module may be assessed as tests are conducted. The tester can uncover situations that lead to degradation and possible system failures. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് തൊട്ടിട്ട് നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽ മോഡ്യൂൾ തൊട്ടിട്ട് നമ്മൾ ഓരോ ഈ ടെസ്റ്റ് പെർഫോം ചെയ്താണ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പം മെയിൻ കാറ്റഗറീസൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഈസ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. അതായത് ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് കാറ്റഗറീസാണ്. അതായത് നമ്മൾ കോഡിങ്ങിലുള്ള കാര്യങ്ങൾ, അതായത് കോഡിങ് അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും നമ്മൾ സിസ്റ്റത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെക്കിങ് വരുന്നുണ്ട്. അതെങ്ങനെയാണ്, അതിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് ഒക്കെയാണ്. അപ്പോൾ ഇൻപുട്ട് വാല്യൂസ് ഡൊമൈനെ ബേസ് ചെയ്തിട്ട് ടെസ്റ്റിംഗ് ആണ് പെർഫോം ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഈസ് എൻ അപ്രോച്ച് യൂസ് ടു സിസ്റ്റമാറ്റിക്കലി ഡിസൈൻ ടെസ്റ്റ് കേസസ് ഫോർ ടെസ്റ്റിംഗ്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പം ടെസ്റ്റ് കേസ് ഈസ് എ ട്രിപ്ലെറ്റ്, ISR എന്നാണ് പറയുക. I എന്ന് പറഞ്ഞാൽ ഈസ് ദി ഇൻപുട്ട് ഡേറ്റ ടു ദ പ്രോഗ്രാം അണ്ടർ ടെസ്റ്റ്. ഇൻപുട്ട് ഡേറ്റയാണ്. S എന്ന് പറഞ്ഞാൽ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദി പ്രോഗ്രാം അറ്റ് വിച്ച് ദ ഡേറ്റ ഈസ് ടു ബി ഇൻപുട്ട്. ഓക്കെ, R എന്ന് പറഞ്ഞാൽ റിസൾട്ട് എക്സ്പെക്റ്റഡ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്രോഗ്രാം. അപ്പോൾ ഒരു ടെസ്റ്റ് കേസ് നമ്മൾ ട്രിപ്പിളായിട്ട് ഫോം ചെയ്യും. ISR എന്നാണ് പറഞ്ഞാൽ ഇൻപുട്ടും S സ്റ്റേറ്റ്, R റിസൾട്ടുമാണ്. ദിസ് ഈസ് ഇൻ കോൺട്രാസ്റ്റ് ടു ടെസ്റ്റിംഗ് യൂസിങ് സം റാൻഡം ഇൻപുട്ട് വാല്യൂസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റാൻഡം ഇൻപുട്ട് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് ഇതൊരു ഫോം ചെയ്യുന്നതെന്ന് ഞാൻ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം അതെങ്ങനെയൊക്കെയാണുള്ളതെന്ന് നോക്കാം. അപ്പം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഫീച്ചേഴ്സ് ടെസ്റ്റ് കേസസ് ആർ ഡിസൈൻ യൂസിങ് ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ. ഡിസൈനിങ് ഈസ് സോളംലി ബേസ്ഡ് ഓൺ ദ അനലൈസിസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് വാല്യൂസ്. അതായത് ഫങ്ഷണൽ ബിഹേവിയറാണ്. ഡസ് നോട്ട് റിക്വയർ നോളജ് ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദി പ്രോഗ്രാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചറോ കാര്യങ്ങളൊന്നും ഇതിനറിയേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അത് പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത്.
ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ഫോർ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ 2 അപ്രോച്ചസ്, 2 മെയിൻ അപ്രോച്ചസ് ആണ് ഉള്ളത്. ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്ങിനും ബൗണ്ടറി വാൽ അനലൈസിസ്. ഓക്കെ, അപ്പോൾ അത് 2 മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് തിയറി പറയുകയാണ്, എക്സാമ്പിൾ വെച്ചിട്ട് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഡൊമൈൻ ഓഫ് ഇൻപുട്ട് വാല്യൂസ് ടു ദ പ്രോഗ്രാം അണ്ടർ ടെസ്റ്റ് ഈസ് പാർട്ടീഷൻ ഇൻ ടു സെറ്റ് ഓഫ് ഇക്വലൻസ് ക്ലാസ്സസ്. അപ്പോൾ അതായത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് ആണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റേഞ്ചാണ്. ഇൻപുട്ട് വാല്യൂസിൻ്റെ റേഞ്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് വാല്യൂസ് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും, അതാണ് ഡൊമൈൻ ഓഫ് ഇൻപുട്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ ആദ്യം ഇക്വലൻസ് ക്ലാസ്സസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. ദെൻ പാർട്ടീഷനിങ് ഈസ് ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഫോർ എവരി ഇൻപുട്ട് ബിലോങ്ങിങ് ടു ദ സെയിം ക്ലാസ് പ്രോഗ്രാം ബിഹേവ്സ് സിമിലർലി. അപ്പം പാർട്ടീഷനിങ് പറഞ്ഞാൽ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ഓഫ് ഇൻപുട്സ് കൊടുക്കുമ്പം ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻപുട്സിനെ ഒരു ക്ലാസ്സായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വലൻസ് ക്ലാസ് ഡിസൈൻ ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ആണ്. ഇൻപുട്ട് വാല്യൂസ് ടു ദ സിസ്റ്റം ഈസ് സ്പെസിഫൈഡ് ബൈ എ റേഞ്ച് ഓഫ് വാല്യൂസ് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും ഇൻപുട്ട് വാല്യൂസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ റേഞ്ചിനെ ബേസ് ചെയ്തിട്ട് 1 വാലിഡ് ആയിട്ടുള്ള ഈക്വലൻ ക്ലാസ്സും 2 ഇൻവാലിഡ് ആയിട്ടുള്ള ഈക്വലൻസ് ക്ലാസ്സുമാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വാലിഡ് ആൻഡ് ഇൻവാലിഡ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. അതിൽ ഇൻപുട്ട് വാല്യൂസ് ആർ ടു ബി ഇൻ എ റേഞ്ച് 1 to 10. നമ്മൾ നോർമലി RSIs ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ 1 to 10 ആണ് നമുക്ക് ഇൻപുട്ട് വാല്യൂസിൻ്റെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാലിഡ് ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും 1 തൊട്ടിട്ട് 10 വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് മേ ബി അറേയൊക്കെയാണ് ഇൻഡെക്സ് വാല്യൂസ്, അല്ലെ നോർമൽ ഇൻറ്റീജർ വാല്യൂസാണ് 1 to 10 വാല്യൂസ് ആയിരിക്കും. 10 വരെയുള്ള വാല്യൂസ് ഇൻക്ലൂഡിങ് 10 ആണ്. ദെൻ പിന്നെന്താ നമ്മൾ പറഞ്ഞു, 2 ഇൻവാലിഡ് ഇക്വലൻസ് ക്ലാസ്സും കൂടെ ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻവാലിഡ് ഈക്വലൻസ് ക്ലാസ് നമ്മൾ ഫോം ചെയ്യുന്നത് അതായത് ഈ വാലിഡ് ആയിട്ടുള്ള വാല്യൂസ് വരാത്ത എന്താണ് വാല്യൂസാണ്. അതായത് നമ്മൾ ഒരെണ്ണം ചെയ്തിരിക്കുന്ന -∞ to 0. ഓക്കെ, ശരിയാണല്ലോ. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വാല്യൂസ് വരാം. നെക്സ്റ്റ് ക്ലാസ് ചെയ്തിരിക്കുന്നത് 10 വരെയല്ലായിരുന്നോ, അപ്പോൾ 11 to +∞. അപ്പം ഇൻവാലിഡ് ആയിട്ടുള്ള, അതായത് ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് വാല്യൂസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇൻവാലിഡ് ആയിട്ടുള്ള 2 ഇക്വലൻസ് ക്ലാസ്. ഓക്കെ, വാലിഡ് ആയിട്ടുള്ളത് നമ്മുടെ റേഞ്ച്. ഇഫ് ദ ഇൻപുട്ട് ഡാറ്റ അസ്യൂംസ് വാല്യൂസ് ഫ്രം എ സെറ്റ് ഓഫ് ഡിസ്ക്രീറ്റ് മെമ്പേഴ്സ് ഓഫ് സം ഡൊമൈൻ. അപ്പം നമ്മളങ്ങനെ വാല്യൂസ് ഫ്രം എ സെറ്റ് ഓഫ് ഡിസ്ക്രീറ്റ് മെമ്പേഴ്സ് ആണെങ്കിൽ ഡിഫൈൻ 1 ഇക്വലൻസ് ക്ലാസ് ഫോർ വാലിഡ് ഇൻപുട്ട് ആൻഡ് അനദർ ഇക്വലൻസ് ക്ലാസ് ഫോർ ഇൻവാലിഡ് ഇൻപുട്ട് ക്ലാസ്. അപ്പം വാലിഡ് ഇക്വലൻസ് ക്ലാസ് നമ്മൾ ഇൻപുട്ട് ഡേറ്റ വാല്യൂസ് ഫ്രം എ ഡിസ്ക്രീറ്റ് മെമ്പേഴ്സ് ഓഫ് സം ഡൊമൈൻ ആണെങ്കിൽ നമ്മൾ ഇക്വലൻസ് ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ ABC, വാലിഡ് ഇക്വലൻസ് ക്ലാസ് പറഞ്ഞാൽ ABC എന്ന് കൊടുത്തു. അപ്പോൾ ഇൻവാലിഡ് ആകുമ്പോൾ എന്താണ്, സെറ്റ് ഓഫ് വാല്യൂസ് ഡിസ്ക്രീറ്റ് മെമ്പേഴ്സ് അല്ലേ, U - ABC ആയിരിക്കും. അതിനകത്ത് പെടാത്ത ടൈപ്പ് ഓഫ് വാല്യൂസ് ആയിരിക്കും ഇൻവാലിഡിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇനി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് സ്യൂട്ട് ഡിസൈനിങ്, അതായത് നമ്മൾ ഇക്വലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്തതിന് ശേഷം ടെസ്റ്റ് സ്യൂട്ട് ഡിഫൈൻ ചെയ്യണം. എന്തായിരിക്കും, ആഫ്റ്റർ ഫൈൻഡിങ് ദി ഇക്വലൻസ് ക്ലാസ്സസ് ടേക്ക് 1 മെമ്പർ ഫ്രം ഈച്ച് ഇക്വലൻസ് ക്ലാസ് ടു ജനറേറ്റ് ദി ടെസ്റ്റ് സ്യൂട്ട്. ഇപ്പം നമ്മൾ കണ്ടതിനകത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇക്വലൻസ് ക്ലാസ്സും ഇൻവാലിഡ് ആയിട്ടുള്ള 2 ഇക്വലൻസ് ക്ലാസ്സും നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. ഈ 3 ക്ലാസ്സിൽ നിന്ന് നമ്മൾ 1 മെമ്പറിനെ പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 3 ക്ലാസ്സിൽ നിന്നും ഓരോ മെമ്പേഴ്സിനെ പിക്ക് ചെയ്യും. അപ്പം അങ്ങനെയാണ് അങ്ങനെ പിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എ സോഫ്റ്റ്വെയർ ദാറ്റ് കമ്പ്യൂട്ട്സ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഇൻപുട്ട് ഇൻറ്റിജർ വിച്ച് ക്യാൻ അസ്യൂം വാല്യൂസ് ഇൻ ദ റേഞ്ച് ഓഫ് 0 to 5000 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള വാല്യൂസിൻ്റെ റേഞ്ച് 0 തൊട്ടിട്ട് 5000 വരെയുള്ളതാണ്. ഡിറ്റർമിൻ ദി ഇക്വലൻസ് ക്ലാസ്സസ് ആൻഡ് ദി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് സ്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 3 ഇക്വലൻസ് ക്ലാസ് വേണം, ഒരു ടെസ്റ്റ് സ്യൂട്ടും ചെയ്യണം. അപ്പോൾ ഇക്വലൻസ് ക്ലാസ്സസ് പറഞ്ഞാൽ 3 ക്ലാസ്സസ് ആണ്. വാലിഡ് ക്ലാസ് പറഞ്ഞാൽ 0 to 5000 സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ റേഞ്ച്. അപ്പോൾ ഇൻവാലിഡ് എങ്ങനെയായിരിക്കാം, -∞ to -1 ആണ്, 0 തൊട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം -∞ to -1 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഇൻവാലിഡ് ടെസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, 5001 to +∞.
അപ്പം അതായത് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 5000. അപ്പം നമ്മൾ 3 ഇക്വലൻസ് ക്ലാസ് ഫൗണ്ട് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ടെസ്റ്റ് സ്യൂട്ട് കണ്ടുപിടിക്കണം. അതായത് ഈ 3 ക്ലാസ്സിൽ നിന്നും വാലിഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്, ഇൻവാലിഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ 3 ക്ലാസ്സിൽ നിന്നും ടെസ്റ്റ് സ്യൂട്ട് ഫൗണ്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അതായത് -∞ ടു -1 നിന്ന് -5 നമ്മൾ ചൂസ് ചെയ്തു. ദെൻ വാലിഡ് ആയിട്ട് 0 to 5000, അതിൽ നിന്ന് 250 നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ 5001 ടു +∞ ആണ്, അതിനകത്തുനിന്ന് 6000 സെലക്ട് ചെയ്തു. ഇങ്ങനെയാണ് ടെസ്റ്റ് സ്യൂട്ട് ഫോം ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സ്യൂട്ട്. ഇനി എക്സാമ്പിൾ 2 ഉണ്ട്. ഡിസൈൻ ദ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് സ്യൂട്ട് ഫോർ ദ ഫോളോവിങ് പ്രോഗ്രാം. അതായത് സ്ട്രെയിറ്റ് ലൈനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പ്രോഗ്രാം കമ്പ്യൂട്ട്സ് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ഓഫ് 2 സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് ഡിസ്പ്ലേ ദ റിസൾട്ട്. It reads 2 integer pairs m1 c1 and m2 c2 defining the 2 straight lines of the form y equal to mx plus c. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇക്വലൻസ് ക്ലാസ്, പാരലൽ ലൈൻസ്, ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്, കോയിൻസിഡൻസ് ലൈൻസ്, എന്നിട്ട് ടെസ്റ്റ് സ്യൂട്ട് നമ്മൾ ഇതിനകത്ത് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിനകത്ത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒന്ന് ഇക്വലൻസ് ക്ലാസ് ഫോം ചെയ്യുക, ഒന്ന് ബൗണ്ടറി വാല്യൂ അനലൈസിസ് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് നെക്സ്റ്റ് മെത്തേഡാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. അപ്പോൾ ബൗണ്ടറി വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? എ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് എറർ ഫ്രീക്വൻ്റ്ലി ഒക്കേഴ്സ് അറ്റ് ദ ബൗണ്ടറീസ് ഓഫ് ഡിഫറെൻറ്റ് ഇക്വലൻസ് ക്ലാസസ് ഓഫ് ഇൻപുട്സ്. ഞാൻ ഓൾറെഡി ബൗണ്ടറിയുടെ കേസസ് പറഞ്ഞതാണ്. ഇപ്പോൾ അറയുടെ കേസസിലാണ്, അറ ഔട്ട് ഓഫ് ബൗണ്ട് കേസസ് ഒക്കെ ചില കേസ് വരാം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയുള്ള കണ്ടീഷൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം വരുന്നത്. ദ റീസൺ ബിഹൈൻഡ് സച്ച് എറേഴ്സ് ആർ എന്തായിരിക്കും? Programmers often fail to see input values that lie at the boundary of the different equivalent classes. This happens due to improper use of less instead of less than equal, the absolute vice versa. ഓക്കെ, അപ്പം പറഞ്ഞല്ലോ നമ്മൾ ലെസ് ദാൻ ഈക്വൽ പ്രോപ്പറായിട്ടുള്ള യൂസ് അല്ലാതെ വന്നു കഴിയുമ്പോഴാണ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഓക്കെ, ബൗണ്ടറി വാല്യൂ അനലൈസിസ് ബേസ്ഡ് ടെസ്റ്റ് സ്യൂട്ട് ഡിസൈൻ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം എന്താ പറയുക, നമ്മൾ ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഇക്വലൻസ് ക്ലാസ്സസ് ഹാവിങ് എ റേഞ്ച് ഓഫ് വാല്യൂസ്. എക്സാമ്പിളായിട്ട് ഇഫ് ആൻ ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്ൻസ് ഇൻറ്റീജേഴ്സ് ഇൻ എ റേഞ്ച് 1 to 10 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ബൗണ്ടറി വാല്യൂ ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ 1 to 10 ആകുമ്പം പ്രീവിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0യും അത് കഴിഞ്ഞുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ ബൗണ്ടറി വാല്യൂ ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. But for a function that computes the square root of an integer values in the range of 0 and 5000, determine the boundary value test suite. അപ്പോൾ 3 ഇക്വലൻസ് ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തായിരുന്നു. 0 to 5000, -∞ to -1, 5001 to +∞ ആണ്. അപ്പോൾ ബൗണ്ടറി വാല്യൂസ് എന്ന് പറയുമ്പോൾ -1, 0, 5000, 5001. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് ഓഫ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് സ്യൂട്ട് ഡിസൈൻ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എക്സാമിൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വാല്യൂസ് ഓഫ് ദി പ്രോഗ്രാം. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ഇക്വലൻസ് ക്ലാസ്സസ്. ഡിസൈൻ ഇക്വലൻറ്റ് ക്ലാസ്സസ് ടെസ്റ്റ് കേസസ് ബൈ പിക്കിംഗ് അപ്പ് 1 representative value from each class. Design boundary value test cases if an equivalence class is in range of values. Then include values at the boundaries of such classes in the test suite. നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫങ്ഷണൽ കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് കേസസ് ഫോം ചെയ്യുന്നത്. ഇനി വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ആർക്കിടെക്ചറിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. ടെസ്റ്റ് കേസസ് ആർ ഡിസൈൻ ബേസ്ഡ് ഓൺ ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദി പ്രോഗ്രാം, ഓൾസോ കോൾഡ് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ്. ടെസ്റ്റ് കേസസ് ആർ ഡിസൈൻ ബേസ്ഡ് ഓൺ ദി അനലൈസിസ് ഓഫ് ദി കോഡ്. ഓക്കെ, സ്ട്രാറ്റജീസ് 2 എണ്ണമാണുള്ളത്. ഫോൾട്ട് ബേസ്ഡ് ടെസ്റ്റിങ്ങും കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ്. അപ്പം നമ്മുടെ കോഡ് എങ്ങനെയൊക്കെ ആയിരിക്കും? കോഡിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് കണ്ടീഷനുണ്ടോ, ലൂപ്പിംഗ് ഉണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം സീക്വൻഷ്യലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റിംഗ് വരുന്നത്. ഫോൾട്ട് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് സ്ട്രാറ്റജി ടാർഗറ്റ്സ് ടു ഡിറ്റക്ട് സർട്ടൺ ടൈപ്സ് ഓഫ് ഫോൾട്ട്സ്. ദീസ് ഫോൾട്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഫോൾട്ട് മോഡൽ. മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് അതാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. നമുക്ക് വരുന്നുണ്ട് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത്.
ഓക്കെ. അപ്പോൾ അതായത് ചേഞ്ചസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും എറേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉള്ള ടൈപ്പ് ഓഫ് അതായത് ഓൾറെഡി നമ്മൾ ടെസ്റ്റിംഗ് എല്ലാം ഏകദേശമാക്കി എററൊന്നും ഇല്ല എന്നുള്ള രീതിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് വരാതിരിക്കും, എന്തെങ്കിലും എറർ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ ഫോൾട്ട് ബേസ്ഡ് ടെസ്റ്റിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് സ്ട്രാറ്റജി അറ്റംപ്റ്റ്സ് ടു എക്സിക്യൂട്ട് സർട്ടൺ എലമെൻറ്റ്സ് ഓഫ് എ പ്രോഗ്രാം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അറ്റ്ലീസ്റ്റ് വൺസ് ചെയ്യുന്നുണ്ടോ, ബ്രാഞ്ചിങ് പെർഫോം ചെയ്യുന്നുണ്ടോ, മൾട്ടിപ്പിൾ കണ്ടീഷൻസ്, പാത്ത് കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4 വരുന്നത്. ഓക്കെ. അപ്പം ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ ഫോർ കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ് ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം സ്പെസിഫിക് പ്രോഗ്രാം എലമെൻറ്റ്സ് ദാറ്റ് എ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ടാർജസ് ടു എക്സിക്യൂട്ട് ഈസ് കോൾഡ് ടെസ്റ്റിംഗ് ക്രൈറ്റീരിയൻ ഓഫ് ദി സ്ട്രാറ്റജി. അതായത് മീൻ ചെയ്യുന്നത് എന്താണ്, ഇഫ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി റിക്വേഴ്സ് ടു എക്സിക്യൂട്ട് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദി പ്രോഗ്രാം at least once, then test criterion of the strategy is statement coverage. അപ്പം നമ്മൾ ടെസ്റ്റ് ക്രൈറ്റീരിയ ഓഫ് ദ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാമിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ല ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ആ ക്രൈറ്റീരിയ അല്ലെ ആ സ്ട്രാറ്റജി ക്രൈറ്റീരിയ ഓഫ് ദ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് എന്നാണ് പറയുക. അങ്ങനെ പല പല രീതിയിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല കവറേജസ് ഉണ്ട്. ഓക്കെ. സ്ട്രോങ്ങർ വേഴ്സസ് വീക്കർ ടെസ്റ്റിംഗ്. അപ്പം നമുക്ക് സ്ട്രാറ്റജി ഇപ്പോൾ ഒരു സ്ട്രാറ്റജി നമുക്ക് സ്ട്രോങ്ങർ ദാൻ അനദർ സ്ട്രാറ്റജി എന്ന് എപ്പോൾ പറയാൻ പറ്റും? ഇഫ് ദ സ്ട്രോങ്ങസ്റ്റ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി കവേഴ്സ് ഓൾ പ്രോഗ്രാം എലമെൻറ്റ്സ് കവേർഡ് ബൈ വീക്കർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. ഓക്കെ. ഇഫ് ദ സ്ട്രോങ്ങർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി കവേഴ്സ് ഓൾ പ്രോഗ്രാം എലമെൻറ്റ്സ് കവേർഡ് ബൈ വീക്കർ ടെസ്റ്റിംഗ്. അപ്പം നമ്മൾ എല്ലാം കൂടെ കവർ ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ്ങർ. ദ സ്ട്രോങ്ങർ സ്ട്രാറ്റജി അഡീഷണലി കവേഴ്സ് അറ്റ്ലീസ്റ്റ് വൺ പ്രോഗ്രാം എലമെൻറ്റ് ദാറ്റ് ഈസ് നോട്ട് കവേർഡ് ബൈ ദി വീക്കർ സ്ട്രാറ്റജി. അപ്പം വീക്കർ സ്ട്രാറ്റജി ഉണ്ട്, സ്ട്രോങ്ങർ ഉണ്ട്. അപ്പം വീക്കർ സ്ട്രാറ്റജി ചില കേസസിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കവർ ചെയ്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്ട്രോങ്ങറിൻ്റെ കേസസിൽ എല്ലാം കവർ ചെയ്യുവാണെങ്കിൽ സ്ട്രോങ്ങർ ദാൻ അനദർ സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റും. ദെൻ കോംപ്ലിമെൻ്ററി ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ നൺ ഓഫ് ദ ടു ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ഫുള്ളി കവേഴ്സ് ദ പ്രോഗ്രാം എലമെൻറ്റ്സ് എക്സസൈസ്ഡ് ബൈ ദി അതർ, ദെൻ ടു ആർ കോൾഡ് കോംപ്ലിമെൻ്ററി ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്. ഒരെണ്ണം ചെയ്യുന്നത് മറ്റേത് ചെയ്യില്ല. എ ആൻഡ് ബി ആർ കോംപ്ലിമെൻ്ററി ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ഇഫ് സം എലമെൻറ്റ്സ് ഓഫ് എ ആർ നോട്ട് കവേർഡ് ബൈ ബി ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പറഞ്ഞ സ്ട്രോങ്ങറും കോംപ്ലിമെൻ്ററി കേസസ് ആണ്. എ ഈസ് സ്ട്രോങ്ങർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ കവറേജ് അച്ചീവ്ഡ് ബൈ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ബി ഒരു ഇൻസൈഡ് സർക്കിളാണ്. പക്ഷേ എ ബി കവർ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ എക്സ്ട്രാ കവറിങ്ങും കൂടിയാണ് എ ചെയ്യുന്നത്. സോ കവറേജ് അച്ചീവ്ഡ് ബൈ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി എ, ദെൻ എ ഈസ് സ്ട്രോങ്ങർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ദാൻ ബി. ദെൻ കോംപ്ലിമെൻ്ററി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കുറേയധികം കവർ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ എയുടേതായിട്ടും. അതായത് എ കവർ ചെയ്യുന്നത് ബിയും ചെയ്യത്തില്ല, ബി ചെയ്യുന്നത് എയും ചെയ്യത്തില്ല. സോ എ ആൻഡ് ബി ആർ കോംപ്ലിമെൻ്ററി ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ. ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് ആണ് നോക്കുന്നത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് ഓൾറെഡി പറഞ്ഞിരുന്നു. അറ്റ്ലീസ്റ്റ് വൺസ് നമ്മുടെ പ്രോഗ്രാമിലുള്ള എല്ലാം വർക്ക് ചെയ്യുവാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് എന്നാണ് ആ സ്ട്രാറ്റജിക്ക് പറയുന്നത്. ഓക്കെ. എയിംസ് ടു ഡിസൈൻ ടെസ്റ്റ് കേസസ് വിച്ച് എക്സിക്യൂട്ട്സ് എവരി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോഗ്രാം അറ്റ്ലീസ്റ്റ് വൺസ്. ഓക്കെ. അപ്പം ഐഡിയ എന്ന് പറഞ്ഞാൽ അൺലെസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ദർ ഇസ് നോ വേ ടു ഡിറ്റർമിൻ വെദർ ആൻ എറർ എക്സിസ്റ്റ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു കോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻപുട്ട് വാല്യൂസ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് വർക്ക് ചെയ്യണം എന്ന് നിർബന്ധമില്ല, പക്ഷേ എല്ലാ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഇട്ട് കൊടുത്ത് നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പം ഇതെന്താണ്, വൈൽ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ദെൻ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ചെയ്യും, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു വൈ മൈനസ് എക്സ് ദെൻ റിട്ടേൺ എക്സ് ആണ് ചെയ്യുന്നത്. Okay, to design test cases for the statement coverage, condition expression of the while statement needs to be made true. ആണെങ്കിൽ മാത്രമേ ഇൻസൈഡ് വർക്ക് ചെയ്യത്തുള്ളൂ. ആൻഡ് ദ കണ്ടീഷൻ എക്സ്പ്രഷൻ ഓഫ് ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നീഡ്സ് ടു ബി മെയ്ഡ് ബോത്ത് ട്രൂ ആൻഡ് ഫോൾസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാം, അതായത് ട്രൂ ആണെങ്കിൽ ഒന്നെങ്കിൽ ട്രൂ കേസ് അല്ലെങ്കിൽ ഫോൾസ് കേസ് എല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു 3, അപ്പം വൈയിൽ നിന്ന് എക്സിറ്റ് ആവും. ദെൻ എക്സ് ഈക്വൽ ടു 4
എന്താണ് y=3 ആയി കഴിയുമ്പം നമുക്ക് എന്താണ് ഫസ്റ്റ് കേസ് ട്രൂ കേസസ്, x=3 y=4 ആണെങ്കിൽ യെസ് കേസ് ആയിരിക്കും പറയുന്നത്. എബൌവ് ടെസ്റ്റ് കേസസ് അലൗസ് ദ എക്സിക്യൂഷൻ ഓഫ് എവറി സ്റ്റേറ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് വൺസ്. നമ്മൾ ടെസ്റ്റ് കേസസ് ആണ് നോക്കുന്നത്, അതായത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇങ്ങനെയുള്ള കണ്ടീഷണലായിട്ടും ലൂപ്പിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും അതിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റ് കേസസ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബ്രാഞ്ച് കവറേജ് എന്ന് പറഞ്ഞാൽ എ ടെസ്റ്റ് സ്യൂട്ട് സാറ്റിസ്ഫൈസ് ബ്രാഞ്ച് കവറേജ് ഇഫ് ഇറ്റ് മേക്സ് ഈച്ച് ബ്രാഞ്ച് കണ്ടീഷൻ ഇൻ ദ പ്രോഗ്രാം ടു അസ്യൂം ട്രൂ ആൻഡ് ഫോൾസ് വാല്യൂസ് ഇൻ ടേൺ. അപ്പം നമ്മൾ അതിനകത്ത് ബ്രാഞ്ചിങ് കൊടുത്തിരിക്കുന്ന, ഇപ്പം നമ്മൾ ബ്രാഞ്ചിങ്ങും കണ്ടിരുന്നു ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴും എല്ലാ കണ്ടീഷനും കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ബ്രാഞ്ച് കവറേജിൽ ഈച്ച് ബ്രാഞ്ചിൻ ദ CFG റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പ്രോഗ്രാം മസ്റ്റ് ബി ടേക്കൺ അറ്റ്ലീസ്റ്റ് വൺസ് വെൻ ദ ടെസ്റ്റ് സ്യൂട്ട് ഈസ് എക്സിക്യൂട്ടഡ്, ഓൾസോ കോൾഡ് ആസ് എഡ്ജ് ടെസ്റ്റിംഗ്. അതായത് CFG കൺട്രോൾ ഫ്ലോ ഗ്രാഫാണ്. നമ്മൾ ബ്രാഞ്ചിങ് ഒക്കെ വരുന്ന കേസസിൽ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ട് അതിനെ അനലൈസിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എല്ലാ കേസസും അറ്റ്ലീസ്റ്റ് വൺസ് വർക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. നമ്മൾ മുമ്പ് കണ്ട സെയിം എക്സാമ്പിൾ വെച്ചിട്ട് ആണ്. അപ്പോൾ ടെസ്റ്റ് സ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ച് ടെസ്റ്റിംഗ് ഈസ് സ്ട്രോങ്ങർ ദാൻ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റിംഗ്. വാല്യൂസൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാ കേസസും വർക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ്. അപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് ടെസ്റ്റ് കേസസ് ആർ ഡിസൈൻ ടു മേക്ക് ഈച്ച് കമ്പോണൻറ്റ് ഓഫ് എ കോമ്പോസിറ്റ് എക്സ്പ്രഷൻ ടു അസ്യൂം ബോത്ത് ട്രൂ ആൻഡ് ഫോൾസ് വാല്യൂസ്. നമ്മൾ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം കോഡിൽ എന്ത് കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നാലും അതിലെ എല്ലാ കേസസും വർക്ക് ചെയ്യിച്ച് അതിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പിൾ ഇൻപുട്ട് കൊടുത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് വർക്കിംഗ് ആണ് ആക്ച്വലി നമ്മൾ ഈ ഓരോ ടെസ്റ്റിങ്ങിലും പെർഫോം ചെയ്യുന്നത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ഓക്കെ, കൺസിഡർ ദ കണ്ടീഷൻ. ഇപ്പം നമ്മൾ C1 ആൻഡ് C2 ഓർ C3 മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് ആണ് വന്നിരിക്കുന്നത്. ടെസ്റ്റ് സ്യൂട്ട് വിൽ അച്ചീവ് MC കവറേജ് ഇഫ് ഓൾ ദ കമ്പോണൻറ്റ് കണ്ടീഷൻ C1, C2 ആൻഡ് C3 ആർ ഈച്ച് മേഡ് ടു അസ്യൂം ബോത്ത് ട്രൂ ആൻഡ് ഫോൾസ് വാല്യൂസ്. ഓക്കെ, അപ്പം നമ്മൾ മൾട്ടിപ്പിൾ കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കോമ്പോസിറ്റ് കണ്ടീഷൻ എക്സ്പ്രഷൻ്റെ കേസസിൽ, അതായത് മൾട്ടിപ്പിൾ കണ്ടീഷൻസൊക്കെ വരുമ്പം നമുക്ക് കൂടുതൽ കണ്ടീഷൻസൊക്കെ ടെസ്റ്റ് കേസസ് അത് കൊടുക്കേണ്ടി വരും. അതായത് 2n ടെസ്റ്റ് കേസസ് ആർ റിക്വയർഡ് ഫോർ മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് യൂസ് ചെയ്യേണ്ടി വരും. സോ MC കവറേജ് ഈസ് പ്രാക്ടിക്കൽ ഓൺലി ഇഫ് n ഈസ് സ്മോൾ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാത്ത് കവറേജ് ആണ്. അതായത് കൺട്രോൾ ഫ്ലോ ആണ് മീൻ ചെയ്യുന്നത്. ടെസ്റ്റ് സ്യൂട്ട് അച്ചീവ്സ് പാത്ത് കവറേജ് ഇഫ് ഇറ്റ് എക്സിക്യൂട്ട്സ് ഈച്ച് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് പാത്ത്സ് അറ്റ്ലീസ്റ്റ് വൺസ്. എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് പാത്ത് ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് CFG ഓഫ് എ പ്രോഗ്രാം. കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ പാത്ത് കവറേജ് ചെക്ക് ചെയ്യുന്നത്. CFG എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ് എ ഡയറക്റ്റഡ് ഗ്രാഫാണ് കൺസിസ്റ്റിംഗ് ഓഫ് സെറ്റ് ഓഫ് നോട്ട്സ് ആൻഡ് എഡ്ജസ് n, E such that n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കറസ്പോണ്ട്സ് ടു യൂണീക്ക് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മൾ എന്നിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. എഡ്ജ് എക്സസ് ബിറ്റ്വീൻ 2 നോട്ട്സ് ഇഫ് കൺട്രോൾ ക്യാൻ ട്രാൻസ്ഫർ ഫ്രം 1 നോട്ട് ടു അനദർ. അപ്പം നമ്മൾ ആ പ്രോഗ്രാം ഇപ്പോൾ കണ്ടീഷൻ ആണെങ്കിൽ ആ കണ്ടീഷനിൽ നിന്ന് എങ്ങോട്ടൊക്കെ കൺട്രോൾ പോകുന്നു എന്ന് റെപ്രസെൻറ്റേഷനാണ് എഡ്ജ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ പാത്ത് എന്ന് പറഞ്ഞാൽ ത്രൂ എ പ്രോഗ്രാം ഈസ് എനി നോഡ് ആൻഡ് എഡ്ജ് സീക്വൻസ് ഫ്രം ദ സ്റ്റാർട്ട് നോട്ട് ബൈ ഇന്റേണൽ ടെർമിനൽ നോഡ് ഓഫ് ദി CFG. പാത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടു എൻഡിലുള്ള ഒരു പാത്താണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് പാത്ത്. A set of path for a given program is linearly independent if each path in the set introduces at least one new edge that is not included in any other path. അതായത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ നോട്ട്സ് അല്ലെങ്കിൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ വേറൊരു പാത്തിനകത്ത് വരാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതാണ് നെക്സ്റ്റ് കവറേജിൽ നമ്മൾ വന്നിരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് കവറേജിൽ വന്നിരുന്ന കാര്യം. ഫോൾട്ട് ടെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വരുന്ന പറഞ്ഞാൽ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ്. മ്യൂട്ടേഷൻ ടെസ്റ്റിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു ചേഞ്ചസ് വരുത്തിയിട്ട് കറക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ ഫോൾട്ട് ബേസ്ഡ് ടെസ്റ്റിംഗ് ടെക്നിക് ഡിസൈൻ ടു ഡിറ്റക്ട് സ്പെസിഫിക് ടൈപ്സ് ഓഫ് ഫോൾട്ട് ഇൻ എ പ്രോഗ്രാം ആണ്. അപ്പോൾ പ്രോഗ്രാം ഈസ് ഫസ്റ്റ് ടെസ്റ്റഡ് യൂസിങ് ദി ഇനിഷ്യൽ ടെസ്റ്റ് സ്യൂട്ട് വിച്ച് ഈസ് ഡിസൈൻ ബേസ്ഡ് ഓൺ other white box testing strategy. After initial testing, mutation testing is taken up. അപ്പോൾ നമ്മൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഒക്കെ പെർഫോം ചെയ്യും. അതിനുശേഷമാണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മേക്ക് എ ഫ്യൂ ആർബിട്രറി ചേഞ്ചസ് ടു എ പ്രോഗ്രാം അറ്റ് എ ടൈം. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ കുറച്ച് ചേഞ്ചസ്, ഒറിജിനൽ പ്രോഗ്രാം ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ചേഞ്ചസ് പ്രോഗ്രാമിൽ വരുത്തുവാണ്. അപ്പം ആ പ്രോഗ്രാമിന് മ്യൂട്ടേറ്റഡ് പ്രോഗ്രാം എന്ന് പറയും. ഈച്ച് ടൈം വെൻ എ പ്രോഗ്രാം ഈസ് ചേഞ്ച്ഡ് ദെൻ ദ റിസൾട്ടൻറ്റ് പ്രോഗ്രാം ഈസ് കോൾഡ് മ്യൂട്ടേറ്റഡ് പ്രോഗ്രാം. ദ ചേഞ്ച് എഫക്റ്റഡ് ഈസ് കോൾഡ് മ്യൂട്ടൻറ്റ്. അപ്പം നമ്മൾ മ്യൂട്ടേഷൻ മേക്ക് സ്പെസിഫിക് എറേഴ്സ് ടു ദ പ്രോഗ്രാം. റാൻഡംലി ഡിലീറ്റ് എ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്, ഡിലീറ്റിംഗ് എ വേരിയബിൾ ഡെഫിനിഷൻ, ചേഞ്ചിങ് ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എക്സെട്ര. അപ്പോൾ അങ്ങനെയൊക്കെ ചേഞ്ച് കഴിയുമ്പോൾ എന്താ എറേഴ്സ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. അത് യൂസേഴ്സിന് മനസ്സിലാവുന്നതാണോ, അത് വേറെന്തിനേലും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മ്യൂട്ടേഷൻ ടെസ്റ്റിങ്ങിൽ ആക്ച്വലി പെർഫോം ചെയ്യുന്നത്. എ മ്യൂട്ടൻറ്റ് മേ ഓർ മേ നോട്ട് കോസ് ആൻ എറർ ഇൻ ദി പ്രോഗ്രാം. ഓക്കെ, if the mutant does not cause an error in the program, then original program and the mutant program is called equivalent program. സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. ഒറിജിനൽ പ്രോഗ്രാം ഉണ്ട്, മ്യൂട്ടേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ചേഞ്ചസ് പറഞ്ഞല്ലോ, കുറച്ച് ചില സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്താണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് വരുന്നതെന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ആക്ച്വലി ചെക്ക് ചെയ്യുന്നത് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഓഫ് മ്യൂട്ടൻസ് ക്യാൻ ബി ഓട്ടോമേറ്റഡ്. ദിസ് ഈസ് ഡൺ ബൈ പ്രീഡിഫൈനിങ് എ സെറ്റ് ഓഫ് പ്രിമിറ്റീവ് ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു പ്രോഗ്രാം. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പം എന്തെല്ലാം പ്രോബ്ലംസ് ഒക്കെ വരുന്നതെന്നുള്ളത് പ്രയോറായിട്ട് അറിഞ്ഞിരിക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ്, കമ്പ്യൂട്ടേഷനിൽ എക്സ്പെൻസീവ് ആണ്. ആക്ച്വലി നമ്മൾ എക്സ്ട്രാ കാര്യം ചെയ്യുവാണ് ചെയ്യുന്നത്. ആക്ച്വലി ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ കറക്ഷൻസ് ഒക്കെ വരുത്തി വീണ്ടും ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ഇൻവോൾവ്സ് ജനറേറ്റിംഗ് എ ലാർജ് നമ്പർ ഓഫ് മ്യൂട്ടൻസ്. ഈച്ച് മ്യൂട്ടൻ നീഡ്സ് ടു ബി ടെസ്റ്റഡ് വിത്ത് ദ ഫുൾ ടെസ്റ്റ് സ്യൂട്ട്, നോട്ട് സൂട്ടബിൾ ഫോർ മാനുവൽ ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പം നമ്മളെ എല്ലാ കാര്യങ്ങളും, അതായത് ഈ ചേഞ്ചസ് വന്നു കഴിയുമ്പം നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും, ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വീണ്ടും അഗെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.